ഈ BJP നേതാക്കളും അണികളും വഞ്ചകനായി കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. അദ്ദേഹം BJPയുടെ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് എത്തി. അവിടെ ഇപ്പോൾ ഇന്ത്യയിൽ മതേതരത്വം കൊണ്ടുവരണമെങ്കിൽ ഇനി സന്ദീപ് വാര്യരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് സന്ദീപ് വാര്യർ ചെയ്യുന്നത്. വിവിധ മത സാമുദായിക നേതാക്കളെ കണ്ട് പിന്തുണ തേടുകയാണ്. അതിനിടയിലാണ് ഇന്നലെ ഒരു പ്രസ്താവനയുമായി ഇദ്ദേഹം രംഗത്തെത്തിയത്. തൻ്റെ അമ്മ RSSന് കാര്യാലയം എന്ന് പറയുമ്പോൾ ഓഫീസ് നിർമ്മിക്കാൻ സ്ഥലം നൽകാമെന്ന് പറഞ്ഞിരുന്നു. ആ സ്ഥലം താൻ നൽകാൻ പോവുകയാണ് എന്ന രീതിയിലായിരുന്നു സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിനെതിരെ പ്രസ്താവനയുമായി തന്നെ RSS തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. RSS പറയുന്നത് ആ ഭൂമി വേണ്ടെന്നാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് 1 വർഷം കാത്തിരിക്കാമെന്നാണ് പറയുന്നത്. RSS ആ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ 1 വർഷത്തോളം താൻ കാത്തിരിക്കാം. പക്ഷെ RSS പറഞ്ഞിരിക്കുന്നത് ആ ഭൂമി വേണ്ട. ഒരു പരിധി നോക്കിയാൽ അത് ശരിയാണ് ആ തീരുമാനം. വഞ്ചകന്റെ ഭൂമി എന്തിന് എന്ന് RSSന്റെ നേതാക്കളും അണികളും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ജോണേട്ടൻ എന്ത് തോന്നുന്നു ഈ RSSന്റെ ഈ തീരുമാനത്തെക്കുറിച്ച്? നല്ല തീരുമാനമല്ലേ? ഒരിക്കലും മറിച്ചൊരു തീരുമാനം എങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തിന് എടുക്കാൻ കഴിയുക? കാരണം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആശയധാരകളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നൊന്നും തെറ്റൊന്നുമല്ല. ഈ രാജ്യത്ത് ഒരുപാട് പേര് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പോയത് ഇത് മൊത്തത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട്, നേതാക്കന്മാരെ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നു. പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത്. അതോടൊപ്പം പല നേതാക്കളും കൂറുമാറുമ്പോൾ ചിലപ്പോൾ മാസങ്ങളെടുത്തോ വർഷങ്ങളെടുത്തോ ആയിരിക്കും എതിർ പ്രസ്ഥാനത്തെ എതിർക്കുന്നത്. ഇത് 11 മണിക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു, 12 മണിയായപ്പോഴേക്കും നരേന്ദ്രമോദി എതിർക്കുന്നു. നരേന്ദ്രമോദിയാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ BJPയുടെ മുഖം. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇവിടെ നമ്മൾ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ പ്രവർത്തിച്ചിരുന്നത്. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളുമെല്ലാം വിശേഷിപ്പിച്ചായിരുന്നു എന്തായാലും സന്ദീപ് വാര്യരുടെ പ്രവർത്തനം. അതിനെല്ലാം ഒറ്റയടിക്ക് എതിർക്കുകയാണ്. നരേന്ദ്രമോദി രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന വ്യക്തി എന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹമായിരുന്നു BJP നേതാക്കളിൽ ഏറ്റവും അധികം തീവ്ര നിലപാടെടുക്കുന്നത്. അതെ, തീവ്ര നിലപാടെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്രയും വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത്. അദ്ദേഹം വ്യക്തിപരമായി തന്നെ ഇത്തരം ഈ മതം നോക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഏഷ്യാനെറ്റിലെ ഒരു ആങ്കർ ഉണ്ടായിരുന്നു. അദ്ദേഹം യുവജനോത്സവം എന്നൊരു പരിപാടി അവതരിപ്പിക്കും. അപ്പോൾ അദ്ദേഹം ഈരാറ്റുപേട്ടക്കാരനാണ്, അദ്ദേഹം ജിഹാദിയാണ് എന്നുൾപ്പെടെയുള്ള അതെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അദ്ദേഹം അങ്ങ് പറയുകയാണ്. BJPയിൽ ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് എന്തായാലും ഇത്രയും വർഗീയമായി പറയുന്ന ഒരു നേതാക്കളെ. അത്രയും വർഗീയമായി പറയുന്ന ഒരാളാണ് ഇപ്പോൾ മതേതരത്വത്തിന് വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത്. അത് വ്യഗ്രതയാണ്. ഞാനൊരു മതേതരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയാണ്. ആ വ്യഗ്രതയുടെ പുറത്താണ് അദ്ദേഹം ഈ തങ്ങൾ ഫാമിലിയിൽ പോകുന്നു. അതിനു ശേഷം ഈ മുത്തുക്കോയ തങ്ങളെ കാണുന്നു. മുത്തുക്കോയ തങ്ങൾക്ക് പണി കൊടുത്തതാണ് ഡൗട്ട്. അദ്ദേഹം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്തെന്നോ ഈ ഭരണഘടനയുടെ കോപ്പിയാണ്. അത് ശരി. അതിന്റെ ആമുഖം എന്തോ ആണ് കൊടുത്തിരിക്കുന്നത്. അതാണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ. കാരണം ഭരണഘടനയെ അദ്ദേഹത്തിന്റെ രീതി അറിയാമല്ലോ. ഭരണഘടനയെ കണ്ടിട്ടുണ്ടോ എന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ശരിയെന്ന് പറയാം. ഇത് ഇദ്ദേഹത്തിനാണ് കൊടുത്തത്. അപ്പോൾ എന്തായാലും അദ്ദേഹം എല്ലാവരെയൊക്കെ കാണട്ടെ. ഇവിടെ അദ്ദേഹം പറഞ്ഞത് അമ്മ കൊടുത്ത വാക്കാണ്. RSS കാര്യാലയത്തിന് വേണ്ടിയിട്ട് ഭൂമി കൊടുക്കും എന്നുള്ളത് അമ്മയുടെ വാക്കാണ്. ആ വാക്ക് പാലിക്കാൻ 1 വർഷം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. 1 വർഷം കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്കായിട്ട് ആ ഭൂമി വിനിയോഗിക്കും. അങ്ങനെ അദ്ദേഹം പ്രസ്താവനയിലൂടെ ഭരണഘടനയുടെ കയ്യെഴുത്ത് പതിപ്പാണ് ഉപകാരമായി നൽകിയത്. അതൊരു പണി കൊടുത്തതാ. വായിക്കാൻ വേറെ എന്തൊക്കെ കൊടുക്കാമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് RSS യോഗം ചേർന്നത്. ഇതിനു വേണ്ടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ടൊരു ട്രസ്റ്റ് അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആ ട്രസ്റ്റ് തീരുമാനമെടുത്തത് ഈ ഭൂമി വേണ്ട, ഞങ്ങളെ ചതിച്ചിട്ട് പോയ അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാണിച്ച ഒരാളുടെ ഭൂമി ഞങ്ങൾക്ക് ആവശ്യമില്ല. അതാണ് ശരിയായ നിലപാട്. അതിനപ്പുറം ഒരു നിലപാട് എടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ എടുക്കുന്നത് ശരിയല്ല. അപ്പോൾ തന്നെ ചെത്തല്ലൂരിൽ BJPയുടെ നേതൃയോഗം കൂടിയിട്ട് BJP നേതാക്കളും RSS നേതാക്കളും എല്ലാം ഇരുന്ന് തീരുമാനിക്കുന്നു അവിടെ ഇങ്ങനെ സന്ദീപിൻ്റെ ഭൂമി വേണ്ട.
അല്ലാതെ തന്നെ കണ്ടെത്തി ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക്. സന്ദീപിന്റെ സ്ഥലം ആർക്ക് വേണം അല്ലേ? അതെ, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് RSSന്റെ ഒരു കാര്യാലയം ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ സന്ദീപ് ഒരു ഭൂമി തന്നിട്ട് വേണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ. പക്ഷെ അതേ സമയത്ത് RSSന്റെ കാര്യാലയങ്ങൾ പലതും ഇതുപോലെ സുമനസ്സുകൾ ദാനം ചെയ്തും ഇയാൾ കൊടുക്കേണ്ടത് കോൺഗ്രസിനാണ് ഇനി. അല്ല, ഈ ഭൂമി കാരണം ഇപ്പോൾ അധികാരത്തിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുന്ന പാർട്ടിക്ക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിട്ടുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ. അന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു, നമ്മുടെ പാർട്ടി ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയാണ്, അതിന് തെരഞ്ഞെടുപ്പിന് ആവശ്യത്തിന് നിങ്ങളുടെ അറിയാലോ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്തുക, അതിനുവേണ്ടി അവർ കൂപ്പൺ വരെ അടിച്ച് ഇറക്കി പ്രവർത്തകർക്ക് നൽകിയിരുന്നു. അങ്ങനെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതെ, എന്തായാലും സന്ദീപ് വാര്യർ ആ സ്ഥലം വിറ്റ് ആ ഫണ്ട് കോൺഗ്രസിന് നൽകണമെന്നാണ് എന്തായാലും എൻ്റെ അഭിപ്രായം. സന്ദീപ് വാര്യർ അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇതൊക്കെ വാർത്തയിൽ ഇടം പിടിക്കാനല്ലേ. സന്ദീപ് വാര്യർക്ക് അറിയാമല്ലോ, ഇങ്ങനൊരു പ്രസ്താവനയുമായിട്ട് വന്നാൽ സ്വാഭാവികമായും RSSന്റെ BJPയുടെ നേതാക്കൾ അതിനനുകൂലിച്ച് പറയുമോ, എന്നാൽ പിന്നെ സന്ദീപിൻ്റെ ഭൂമി ഇങ്ങിച്ച ഞങ്ങൾ അതിനകത്ത് കാര്യാലയം പണിയാം എന്ന് ആരും പറയാറില്ല, ഒരു നേതാവും പറയാറില്ല. അതേസമയത്ത് ഇങ്ങനെ പറയുമ്പോൾ സന്ദീപിന് വീണ്ടും വാർത്തയിൽ ഇടം പിടിക്കാനുള്ള ഒരു സാധ്യത വരുന്നു. സന്ദീപിന് മാധ്യമങ്ങളുമായി ഇത്രയും കാലം ഇടപഴകിയ നേതാവ് എന്നുള്ള നിലയിൽ എന്ത് ചെയ്താലാണ് മാധ്യമങ്ങളെ കണ്ട് പെരുമാറിയ വേറൊരു നേതാവുണ്ട്, PV അൻവർ. ഇപ്പൊ എവിടെയാണോ എന്തോ. അല്ല, PV അൻവർ ഇന്നിപ്പോ പത്രസമ്മേളനമൊക്കെ ആയിട്ട് വരും. അതൊക്കെ പക്ഷെ പഴയ ആ പവറെല്ലാം പോയിട്ടുണ്ട് ആള്. പണ്ട് മാധ്യമങ്ങൾ 3-4 മണിക്കൂർ സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് അതിനു വേണ്ടിയുള്ള അണികളില്ലാത്ത ഒരാൾ പാർട്ടി രൂപീകരിച്ചാൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആകപ്പാട് അൻവറിന്റെ ചുറ്റുമുള്ള 3-4 പേര് കാശ് കൊടുത്തല്ലേ ആളുകളെ കൊണ്ടുവന്നു. അവര് വേറെന്തോന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അതെ, പുഷ്പയോ ആരോ പുഷ്പ ഇങ്ങനെ എല്ലായിടത്തും വരെ കൊണ്ടുപോകും. അങ്ങനെ പുഷ്പ വിളിച്ചിട്ടാണ് അവർ വന്നത്. അപ്പോൾ പുഷ്പ പറഞ്ഞു അവിടെ എന്തോ ഷൂട്ടുണ്ട്, നിങ്ങൾ ക്യാമറയൊക്കെ ഉണ്ട്, അവിടെ ചെന്ന് നിന്നാൽ മതി, ഇടയ്ക്ക് പോലീസുകാർ ചിലപ്പോൾ ലാത്തിയൊക്കെ എടുക്കും, അത് ഷൂട്ടിൻ്റെ ഭാഗമാണ്, അപ്പോൾ നിങ്ങൾ ഓടിയാൽ മതി എന്നൊക്കെ പുഷ്പ പറഞ്ഞു കൊടുത്തനുസരിച്ചാണ് ഈ പാവ സ്ത്രീകൾ അവിടെ വന്നിട്ടുള്ളത്. അതേപോലെ ഒരു സന്ദീപ് വാര്യറും അതുപോലെ ഷൂട്ടിങ് ആളെ ഇറക്കേണ്ടി വരും. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയതുകൊണ്ട് അവിടെ അണികൾ വേണമല്ലോ. അവിടെ കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്ന സന്ദീപ് വാര്യർ വന്നപ്പോൾ BJP മുഴുവനോടെ അവിടെ ആരും പോയില്ലല്ലോ, പോയിട്ടില്ല. ഇനി എന്തായാലും രണ്ടുപേരെങ്കിലും അതായത് BJPയിൽ സന്ദീപ് വാര്യർക്ക് ഈ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന അനുയായികൾ അല്ലാതെ അതല്ലാതെയുള്ള അണികൾ എന്ന് പറയുന്ന ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. അതായത് സന്ദീപ് ഇന്നിപ്പോൾ എടുത്ത നിലപാട് പാർട്ടിയെ സ്നേഹിക്കുന്ന, അത് ഏത് പാർട്ടിയായാലും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടത്തിൽ ഏത് പാർട്ടിയായാലും ആ പാർട്ടിയെ തള്ളിപ്പറയുന്ന ആളുകളോട് എന്തായാലും അണികൾ പൊറുക്കില്ല. ഇനിയിപ്പോൾ ഈ സന്ദീപ് ഏതെങ്കിലും ഘട്ടത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഒരുപക്ഷെ സന്ദീപിന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സന്ദീപ് ചെയ്തത് അത്രമാത്രം ചതിയും വഞ്ചനയുമാണ് ആ പാർട്ടിയോട് കാണിച്ചത്. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും പാർട്ടി അണികളിൽ ആ വേദനയുണ്ട്. അപ്പോഴാണ് ഈ ഭൂമി സൗജന്യമായി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വരുന്നത്. അത് സന്ദീപിൻ്റെ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാൻ മാത്രമുള്ള പ്രസ്താവനയാണ്. സന്ദീപിനറിയാം ഇതെന്തായാലും RSS നേതാക്കൾ സ്വീകരിക്കില്ല. അപ്പോൾ 2 ദിവസം സന്ദീപ് വാർത്തയിൽ നിറഞ്ഞു നിൽക്കും, ഇതിനെതിരായി പ്രസ്താവനയുമായി നേതാക്കൾ വരും, വീണ്ടും സന്ദീപ് നിറഞ്ഞു നിൽക്കും. അപ്പോൾ PC ജോർജും അങ്ങനെ ചെയ്യും. PC ജോർജ് എന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒരു ആങ്കർ പറഞ്ഞ് ഇങ്ങനെ വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കണ്ടേ മാളെ, അപ്പം വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതാണ് സന്ദീപും ചെയ്യുന്നത്. സന്ദീപ് കോൺഗ്രസിലേക്ക് പോയി. കോൺഗ്രസിൽ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ആൾക്കൂട്ടമാണ് അവിടെ. തുടക്കത്തിൽ സന്ദീപ് വാര്യർ കലാപക്കൊടി ഉയർത്തിയപ്പോൾ BJP അണികളെല്ലാം വലിയ രീതിയിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. K. സുരേന്ദ്രനെ എതിർത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കൂടുമാറ്റം കോൺഗ്രസിലേക്ക് പോകുന്നതോടെ ഒരു വിഭാഗം വലിയ എതിർപ്പുമായി രംഗത്തെത്തി. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനമുണ്ടല്ലോ, പാണക്കാട് സന്ദർശനമാണ് സന്ദീപ് വാര്യരെ വളരെ അവരെല്ലാം ഇപ്പോൾ ഒരു വഞ്ചകനായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഞാൻ മുൻപൊരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കയ്യിൽ ചരട് മഴവില്ല് പോലെ കെട്ടിയിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു 6-7 കളർ കെട്ടിയിരുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം ഈ പാണക്കാട്ടേക്ക് പോകുമ്പോൾ അത് മുഴുവനായി ഊരി മാറ്റി തൻ്റെ മതേതരത്വ നിലപാട് ശക്തിപ്പെടുത്തുവാനായി രംഗത്ത് വന്നതാണ്. അത്തരമുള്ള പ്രശ്നങ്ങളും RSSനെ സ്വാധീനിച്ചിരിക്കാം.
കാരണം സ്വന്തം നിലപാടിനെ വരെ തള്ളിപ്പറഞ്ഞ് സ്വന്തം എങ്ങനെയാണ് ആ വിശ്വാസത്തെ വരെ തള്ളിപ്പറഞ്ഞിട്ടാണ് അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൂമി വേണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് തൻ്റെ അമ്മ ഈ RSSന് നൽകണമെന്ന്, അതെ, വാക്കാണ്, അത് പാലിക്കാനാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന് ഉൾപ്പെടെയുള്ളത്. അങ്ങനെയാണ് അത് രഹസ്യമായി പറയാലോ, ഈ മാധ്യമങ്ങളെല്ലാം വിളിച്ചു വരുത്തി. അല്ലാതെ മാധ്യമ ശ്രദ്ധ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് സന്ദീപിന് അറിയാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഇപ്പം സരിൻ പോയിട്ട് സരിൻ പറഞ്ഞ എന്താണ്, ഇടതുപക്ഷത്തെ കോൺഗ്രസ്സുകാരനാണ് ഞാൻ, അതായത് കോൺഗ്രസ് ഇപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്നാണ് സരിൻ പറഞ്ഞത്. അതാണ് ശരിയായ നിലപാടുകൾ ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ കളം മാറ്റി ചവിട്ടുമ്പോൾ അതുവരെ ഉണ്ടായിരുന്നതെല്ലാം അവർ ഉപേക്ഷിച്ചിട്ട് പുതിയ ആളാകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അത് പാഴ്ശ്രമമാണ് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.